ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇത് രാവിലെ ഞാൻ പുളിച്ച ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ദോശക്ക് ഞാൻ തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള തേങ്ങയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഫസ്റ്റേ റെഡിയാക്കി വെച്ചു. അതിങ്ങനെ റെഡിയാക്കി വെച്ചാൽ പിന്നെ കുട്ടികൾ മദ്രസയിൽ പോയി വന്നതിന് ശേഷം അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ മദ്രസയിൽ പോയി വന്നതിന് ശേഷം ഞാൻ ഇതെല്ലാം മിക്സിൻ്റെ ജാറിലിട്ട് അരക്കാനിട്ടു. ഞാനത് എന്തെങ്കിലും മണം വന്ന് ഞാനൊന്ന് മണപ്പിച്ച് നോക്കി, ഒന്നും ആയിട്ടില്ല. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് അരച്ച്, പിന്നെ അതിലേക്ക് പിന്നെയും കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അത് വേറെ വേറെ ആക്കി വെച്ച്. മക്കളെ ചൂട് ചൂടനായിട്ട് കഴിക്കും, അപ്പോൾ അവർക്ക് വേറെ, പിന്നെ ഞങ്ങൾക്ക് ഹസ്ബൻഡിനും വേറെ, അങ്ങനെ വേറെ വേറെ ആക്കി വെക്കും. പിന്നെ സാമ്പാറും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ദോശയും ചട്നിയും സാമ്പാറും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ അപ്പം ചൂടാൻ തുടങ്ങി. ഞാൻ ഫസ്റ്റ് ഇത് ഇഡലി ചുടണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് രാവിലേക്ക് അത്ര ഈ മാവ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിത് ദോശ ചുടാന്ന് വെച്ചു. കുട്ടികൾക്കെല്ലാം ഇഷ്ടം ഇഡലിയാണ്. പിന്നെ എന്ത് ചെയ്യാൻ, അങ്ങനെ ഇത് ഞാൻ ഒന്നൊന്നേ ചുട്ടെടുത്തു. അപ്പം ചുട്ട് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ നനയ്ക്കാൻ വന്നു. ഞാൻ സാധാരണയായിട്ട് ഞാൻ കല്ലിലാണ് നനയ്ക്കാറുള്ളത്. വാഷ് മെഷീനിലിട്ടാൽ ഈ നല്ലോണം മണ്ണുള്ള ഡ്രസ്സ്, പിന്നെ വൈറ്റ് ഡ്രസ്സ് അതെല്ലാം അവിടെ ബാക്കിയാവും. അപ്പോൾ കല്ലിലാകുമ്പോൾ എല്ലാം നമുക്ക് നനയ്ക്കും, ഒന്നും ബക്കറ്റിൽ ബാക്കിയാവില്ല. പിന്നെ ഞാൻ നല്ലോണം മണ്ണുള്ളത് വൈറ്റ് ഡ്രസ്സ് അതെല്ലാം ഉജാല സോപ്പിട്ട് നനയ്ക്കും. അതാകുമ്പോൾ കറകളെല്ലാം പെട്ടെന്ന് പോകും. ഇങ്ങനെ കല്ലിൽ നനച്ചാൽ നല്ലൊരു സമാധാനം കൂടിയാണ്. അങ്ങനെ ഈ നനയ്ക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ളിലുള്ള ബാക്കിയുള്ള ജോലികളെല്ലാം എടുത്ത് ക്ലീൻ ചെയ്തു. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്രസ്സ് കട്ട് ചെയ്യാൻ വന്നു. അങ്ങനെ ഒരു ചുരിദാർ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിന് ആദ്യം മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ അളവെടുത്തിട്ട് എഴുതി വെക്കലാണ്. അപ്പോൾ സമയം 10:56, എനിക്ക് 11 മണിക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം എഴുതിയെടുത്തിട്ടാവണമെന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് മെഷറെല്ലാം മാർക്ക് ചെയ്യാൻ എഴുതി വെക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഫസ്റ്റ് പാൻറ് ചെയ്ത്, പിന്നെ ടോപ്പ് ഇത് അളവിന് തന്നത് ഒരു ഞൊറിയുള്ള ഒരു തരം ടോപ്പായിരുന്നു. പക്ഷേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലെയല്ല. എന്നാലും ഇങ്ങനെ ഒരു അളവിന് തന്നാലും നമുക്ക് ഏകദേശം കിട്ടും. ഇത്ര ലൈറ്റാകുമ്പോൾ സമയം 10:59. ഞാൻ വിചാരിച്ചതിനേക്കാളും നേരത്തെയായി. അങ്ങനെ എൻ്റെ ട്യൂഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 12 മണിയായിട്ടാകുമ്പോൾ ഞാൻ കിച്ചണിൽ വന്നു ചോറ് കറിയെല്ലാം റെഡിയാക്കാൻ. അങ്ങനെ ഞാൻ ആദ്യം തേങ്ങ അരക്കാനിട്ടു. 1 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതെല്ലാം ഇട്ടിട്ട് ഞാൻ കല്ലിൽ അരക്കാനിട്ടു. കുറച്ച് വെള്ളം കൂട്ടി. അങ്ങനെ അത് അവിടെ അരിയട്ടെ. അതിൻ്റെ ഇടയിൽ പഞ്ചസാര തീർന്നിട്ട് ഞാൻ പഞ്ചസാരൻ്റെ അളവ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പഞ്ചസാര നിറച്ച് അതിൻ്റേതായ സ്ഥലത്ത് വെച്ചു. ഇങ്ങനെ പഞ്ചസാര ഞാൻ 1 കിലോൻ്റെ ബോട്ടിലാണ് നിറച്ച് വെക്കാറുള്ളത്. അതാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് തീരുമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ അരക്കാനിട്ട അരപ്പ് ഒരു വെളുത്തിട്ടുണ്ട്. മുളക് പൊടി തേയാത്തതുപോലെ തോന്നി. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു. അതിൻ്റെ ഇടയിലൂടെ ചോറിന് വെച്ച് വെള്ളം തളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അരി കഴുകി ഇട്ടു. പിന്നെ അതിലേക്ക് വെള്ളമെല്ലാം ആവശ്യത്തിന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് പഴം പൊരിക്കാനുണ്ടായിരുന്നു. അതിലേക്കുള്ള മൈദ, പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര, ഉപ്പ്, കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി, റെഡ് കളർ ഉണ്ടായിരുന്നു, അത് ഞാൻ റെഡല്ല, യെല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് പിന്നെ രാവിലത്തെ കുറച്ച് പുട്ടും കൂടി ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് വെച്ചിട്ട് ഞാൻ അത് നന്നായി മിക്സ് ചെയ്തു. പിന്നെ കറീൻ്റെ അരപ്പെല്ലാം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി, പിന്നെ ഉള്ളി, തക്കാളി അതെല്ലാം മുറിച്ച് വെച്ചു. പുളിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അത് കുറച്ച് കുതിർന്നതിന് ശേഷം അതിലേക്ക് ഒഴിക്കാം. പിന്നെ ഉപ്പിട്ട് വെച്ചു. അതിൻ്റെ ഇടയിൽ ചോറും തളിച്ച് വന്നിന്. ചോറിലേക്കും ഉപ്പിട്ടു. കല്ലുപ്പാണ് ഞാൻ കുറേയിലേക്കെല്ലാം ഇടാൻ യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ചോറെല്ലാം തളിച്ചതിന് ശേഷം ഞാൻ കുക്കറിൽ ചോറ് കീച്ച് വെച്ചു. പിന്നെ കറി വെക്കാനുണ്ടായിരുന്നു. കറിയും ഇതിൽ വെച്ചിട്ട് പുളിവെള്ളം പിഴിഞ്ഞതും കൂടി ഇതിൽ വെച്ചു. പിന്നെ ഈ അരപ്പ് തളിച്ചതിന് ശേഷം അതിലേക്ക് മീനും കൂടി ഒഴിച്ചു. കറിവേപ്പില ഉണ്ടായിരുന്നില്ല. പിന്നെ പഴം ഉണ്ടായിരുന്നു. ഇത് നല്ല പഴുത്ത പഴമായിരുന്നു. അവിടെ പഴക്കെട്ട് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് നല്ലോണം പഴുത്തുപോയി. ഇതിപ്പോൾ എണ്ണ കിട്ടെങ്കിൽ നല്ലോണം എണ്ണ കുടിക്കും. അങ്ങനെ ഇതെല്ലാം ഞാൻ മുറിച്ചതിന് ശേഷം പഴം പൊരിക്കാനും ഇട്ടു. ഇത് ഞാൻ അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അടുപ്പിൽ തീ ഉണ്ടെങ്കിൽ ഞാനെല്ലാം അടുപ്പിൽ തന്നെ ഉണ്ടാക്കും. പിന്നെ ഇതുപോലത്തെ നമുക്ക് എണ്ണൻ്റെ സാധനങ്ങളെല്ലാം ഗ്യാസിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, എണ്ണൻ്റെ ഇത് മറിയുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫ്രൈ പാനിലെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഗ്യാസിൽ ഫ്രൈ ചെയ്യുമ്പോൾ യൂഷ്വലി കുഴിയുള്ള പാത്രമാണ് എടുക്കാറുള്ളത്.
അങ്ങനെ ഞാനിത് ഒന്നൊന്നേ ഇട്ടു. അതെല്ലാം റെഡിയായി വന്നതിന് ശേഷം ഒരു കണ്ണം പാത്രം എടുത്ത് അതിൽ ടിഷ്യൂ ഇട്ട് വെച്ചു, എണ്ണ കുടിക്കാൻ വേണ്ടിയിട്ട്. ടിഷ്യൂ ആകുമ്പോൾ എണ്ണ അടിയിൽ ഊറ്റിയില്ല, എല്ലാം അതിൽ ടിഷ്യൂ കുടിച്ചോളും. അങ്ങനെ ഇതാ ഒന്നെടുക്കുമ്പോൾക്ക് ഇനി വരാൻ മനസ്സിലായില്ല, പാത്രത്തിൽ തന്നെ പറ്റി പിടിച്ച് നിന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഫ്രൈൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചെപ്പ്, ചിരട്ട അതെല്ലാം ഇട്ടു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പയർ കറി വെക്കാനുണ്ടായിരുന്നു. എപ്പോഴും ഈ മീൻ കറി തന്നെ ആകുമ്പോൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കറി വേണം. അതിന് ഞാൻ പയർ കറിയിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി അതെല്ലാം ഇട്ടിട്ട് കുക്കറിൽ അടുപ്പിൽ തന്നെ വെച്ചു. പിന്നെ ഈ എണ്ണ ഞാൻ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് വെച്ചു. ആ പരന്ന പാത്രം വെക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നീക്കുമ്പോൾക്ക് എണ്ണ മാറിയും. പിന്നെ ഞാൻ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ നന്നായി കഴുകിയിട്ട് അത് വറുത്തെടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളി, പച്ചമുളക്, പുളി അതെല്ലാം ഒരു സൈഡിലെടുത്തിട്ട്, പുളി ഞാൻ വെള്ളത്തിൽ ഫസ്റ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് ഈ ചമ്മന്തി ചെമ്മീൻ കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത്, ഈ ചെമ്മീൻ ഞാൻ അല്ലെങ്കിൽ മിക്സിയിൽ അരക്കലാണ്, ഇത് ഞാൻ അരച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് അത് റെഡിയാക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ഫ്രഷ് ആയില്ല. ഈ മീനെല്ലാം കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വെച്ചു. എന്തായാലും എനിക്ക് ഇതിപ്പോൾ ഫ്രൈ ചെയ്യാനും കറി വെക്കാനൊന്നും സമയമില്ല. അങ്ങനെ ഇത് നന്നായി കഴുകുമ്പോൾ ഇതിൽ നിറച്ചും പൊയ്യാണ്. ആദ്യമായിട്ടാണ് എനിക്ക് മീനിൽ ഇങ്ങനെ പൊയ്യ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു മെലിഞ്ഞ സ്രാവ് കൂടി ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കെട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ കറി, പയർ കറി, ചെമ്മീൻ്റെ ഈ ഒരു ചമ്മന്തി പോലത്തെ സാധനം, പഴം പൊരിച്ചത്, മീൻ കറി, കുക്കറിൽ ചോറുണ്ട്. അങ്ങനെ ഉച്ചക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. ഇതാ കിച്ചണും നല്ല ക്ലീനായി. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വന്നു. നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നേരത്തെ മെഷർമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഞാൻ മാർക്ക് ചെയ്തു. ആദ്യം പാൻറ്റാണ് കട്ട് ചെയ്തത്. പാൻറ്റ് കട്ട് ചെയ്തതിന് ശേഷം ടോപ്പ് എടുത്തു. ടോപ്പ് ആണെങ്കിൽ ഇതുപോലെ ഈ ടോപ്പിൻ്റെ തുണി ഒപ്പിച്ചെടുക്കണമല്ലോ, അതിന് നല്ല ടൈം എടുക്കുന്നു. പിന്നെ കോട്ടൺ ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതാൾക്ക് നിലത്ത് വെച്ചിട്ട് ചെയ്യേണ്ടതെന്ന് വന്നിട്ട് ഞാൻ ടേബിളിൽ വെച്ചിട്ട് തന്നെ ചെയ്തു. അതിലേക്ക് ഇതേപോലെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തു. ഇത് അവർ ലെങ്ത്ത് 45 എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലെങ്ത്തെല്ലാം 45 എടുത്ത്, ഷോൾഡർ 7, ആം ഹോൾ 8, വിഡ്ത്ത് 10.5 അതെല്ലാം എടുത്തിട്ട് സൈഡ് ഓപ്പണും കൂടി മാർക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തു. നെക്കിൻ്റെ വിഡ്ത്ത് 2.25 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡീപ്പ് 6ഉം ബാക്ക് ഡീപ്പ് 3ഉം. പിന്നെ കൈക്ക് ഇത് അവർ ബെൽ സ്ലീവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് തുണിയും ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു പാകിസ്ഥാനി മോഡൽ പോലത്തെ ഒരു മെറ്റീരിയലായിരുന്നു. ഇങ്ങനത്തുള്ള മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് കൈ നന്നായി എടുക്കാൻ പറ്റും. പക്ഷെ അത് മിഡിലൊരു ജോയിൻ വേണം. പിന്നെ കൈൻ്റെ ലെങ്ത്ത് ഇവർ കിട്ടുന്നത്ര എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ടോട്ടൽ ലെങ്ത്ത് ഉള്ളത് ഇപ്പോൾ 21 ആണ് ഇതിലുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു 21 ആണുള്ളത്, എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അത്ര തന്നെ എടുത്തോ, അത് ഇനി 3/4 ആക്കണ്ട, അങ്ങനെ എടുത്തോ എന്ന് ചൊല്ലി. പിന്നെ ഞാനത് കട്ട് ചെയ്തു. വിടുത്ത് ഈ നമ്മളൊരു തണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു വേണ്ടത്. പിന്നെ ഇവർ ലൈനിങ് തന്നിട്ടുണ്ടായിരുന്നില്ല. പാൻറ്റിൻ്റെ ബാക്കി തുണിയിൽ നിന്ന് ലൈനിങ് ഉണ്ടെങ്കിൽ ഫ്രണ്ട് പീസിലേക്ക് മാത്രം വെച്ചോന്ന് പറഞ്ഞ്. ഫ്രണ്ട് അങ്ങനെ കുറേയൊന്നും കിട്ടിയില്ല. സൈഡ് ഓപ്പണിൻ്റെ ആ ഒരു ഭാഗം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും മിഡിൽ ജോയിൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് രാത്രിയാണ്. രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരുന്നു. ഫസ്റ്റ് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തത്. പാൻറ്റിൻ്റെ ബോട്ടെല്ലാം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ വിടുത്തും ചെയ്തു. പിന്നെ ക്രോച്ച് ലെങ്ത്ത് അതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ എലാസ്റ്റിക്കും, അല്ലെങ്കിൽ ഞാൻ എലാസ്റ്റിക് ഫസ്റ്റാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. ഇത് എലാസ്റ്റിക് ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് എലാസ്റ്റിക് റെഡിയാക്കിയത്. പിന്നെ ഫൈനലി എലാസ്റ്റിക്കെല്ലാം അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അത് ഇതേപോലെ ഒന്ന് വലിച്ചു പിടിക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച്. ഇത്രയും കഴിഞ്ഞിട്ട് നമുക്ക് പാൻറ്റിൻ്റെ പണിയെല്ലാം റെഡി ആയി. പിന്നെ ടോപ്പ് ഇതെല്ലാം ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നുള്ളത്. എൻ്റെ ട്യൂഷനെല്ലാം കഴിഞ്ഞിട്ട് 10 മണി കഴിഞ്ഞിന് ഞാൻ മെഷീൻ്റെ അടുത്തിരിക്കുമ്പോൾ. പിന്നെ നെക്കിലേക്കുള്ള ഇതുപോലത്തെ ഒരു ക്ലോത്ത് മടക്കിയെടുത്തു. ഇത് ഞാൻ ക്യാൻവാസൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് നെക്ക് റൗണ്ടിലേക്ക് ഒരു താഴോട്ടേക്ക് ഒരു ഇഞ്ചിൽ ഒരു വി പോലെ ഉള്ള ഒരു ഷേപ്പാണ്. അങ്ങനെ അതും സ്റ്റിച്ച് ചെയ്തു. അതിൻ്റെ കാര്യവും പിന്നെ ഇത് ബാക്കിലത്തെ ക്ലോത്താണ്, അതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്തു. പിന്നെ ഇത് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ആണ്.
അത് ഇതേപോലെ മിഡിൽ ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബോട്ടം ഇതേപോലെ മടക്കിയെടുക്കാനുണ്ടായിരുന്നു. ഇത് കോട്ടൻ്റെ ലൈനിങ് ആയത്, പാൻറ്റ് കോട്ടനാണ്, അതുകൊണ്ട് ലൈനിങ്ങും കോട്ടൺ ആയതുകൊണ്ട് നല്ല സിമ്പിളായി പറ്റി. പിന്നെ കൈയും ഇതേപോലെ ജോയിൻ ചെയ്തു, കൈൻ്റെ കരയും ഇതേപോലെ മടക്കിയെടുത്തു. ഇത് ബെൽ സ്ലീവ് ആയതുകൊണ്ട് കര കുറേ ഒന്നും മടക്കിയെടുക്കണ്ട, ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയെടുത്താൽ മതി. 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയെടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ക്ലോത്തിൽ കുറേ മിറർ വർക്ക് ഉണ്ടായിരുന്നു. അത് ഈ തുന്നുന്ന ഭാഗത്തുള്ളതെല്ലാം ഞാൻ കൈ കൊണ്ട് തൊല്ലി എടുത്തു. ഇതെല്ലാം തൊല്ലിയെടുത്താൽ കൈ നമ്മളെ വിരലുണ്ടല്ലോ നല്ല വേദന എടുക്കുന്നു. ഏത് പശയിലാതോ ഇവരിങ്ങനെ ഒട്ടിച്ചെടുത്തത്. അങ്ങനെ അതെല്ലാം പൊട്ടിച്ചതിന് ശേഷം ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തു. നെക്ക് ആ ഒരു കോർണറിലേക്കെല്ലാം എത്തുമ്പോഴേക്ക് നല്ല ടൈം എടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ ജോയിൻ ചെയ്തു. പിന്നെ ബാക്കിയുള്ളതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് വിടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. അതിൻ്റെ എക്സ്ട്രാ പീസസ് എല്ലാം കട്ട് ചെയ്തിട്ട് അവിടെ ഇവിടെയായിട്ട് ഓരോരോ കട്ടിട്ട് കൊടുത്തു. പിന്നെ ഫൈനലി ഇത് ബോട്ടം സൈഡ് ഓപ്പണെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് താഴത്തതാണ്. ഇതാണ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അവസാനത്തെ ഭാഗം. അങ്ങനെ ബോട്ടെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പണി റെഡിയായി. ഇത്രയെല്ലാം നമുക്ക് രാത്രി കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഫൈനലി ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. ഇനി അയൺ ചെയ്യാനുണ്ട്. ഇതാണ് ചുരിദാർ ലാസ്റ്റ്. ഇത് നെക്ക് ഇതേപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് അളവിലത്തെ ചുരിദാറിൻ്റെയും ഇതേപോലെയാണ് ഉണ്ടായിരുന്നത്. കൈ ഇതേപോലെ സ്ലീവും. ഇത് ഫോട്ടോത്തിൽ കാണുമ്പോൾ ഇങ്ങനെ കണ്ണ് കടിക്കുന്ന ഒരു കളറാണ്, പക്ഷെ ഡയറക്റ്റ് കാണുമ്പോൾ ഈ ഒരു കളറല്ല ഇത്. അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്.